വനിതാ മതിലിന്റെ പ്രചരണാർത്ഥം ഹെൽമറ്റ് ധരിക്കാതെ സ്കൂട്ടറിൽ യാത്ര ചെയ്ത പ്രതിഭ MLA-ക്കെതിരെ പോലീസ് കേസെടുത്തു. ഒടുവിൽ പിഴ ഒടുക്കിയാണ് പ്രതിഭ MLA കേസിൽ നിന്ന് ഒഴിവായത്. കായംകുളത്തായിരുന്നു സംഭവം. തന്റെ സ്വന്തം മണ്ഡലത്തിലായിരുന്നു ഇത്തരമൊരു സംഭവം MLA-ക്ക് നേരിടേണ്ടി വന്നത്. സംസ്ഥാന സർക്കാർ നടത്തുന്ന വനിതാ മതിലിന്റെ പ്രചരണാർത്ഥം ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിച്ച പ്രതിഭ MLA-ക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഒടുവിൽ ഹെൽമറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചതിന് കായംകുളം പോലീസ് സ്റ്റേഷനിൽ പ്രതിഭ നേരിട്ട് എത്തുകയായിരുന്നു. തുടർന്ന് 100 രൂപ ഫൈൻ ഒടുക്കിയാണ് അല്ലെങ്കിൽ പിഴ ഒടുക്കിയാണ് MLA കേസിൽ നിന്ന് രക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് വനിതാ മതിലിന്റെ പ്രചരണാർത്ഥം കായംകുളത്ത് MLA-യുടെ നേതൃത്വത്തിൽ സ്കൂട്ടർ റാലി സംഘടിപ്പിച്ചത്. പരിപാടിയിൽ പങ്കെടുത്ത MLA അടക്കമുള്ളവർ ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല. പരിപാടിയുടെ ചിത്രങ്ങൾ മാധ്യമങ്ങളിൽ വന്നതോടെ പോലീസ് കേസെടുക്കാൻ നിർബന്ധിതമാകുകയായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ തന്നെ MLA പോലീസ് സ്റ്റേഷനിലെത്തി പിഴയടച്ച് കേസിൽ നിന്നും ഒഴിവാകുകയായിരുന്നു. അതേസമയം MLA ഹെൽമറ്റ് ധരിക്കാതെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രവും കഴിഞ്ഞ ദിവസം കായംകുളം പോലീസുമായി ചേർന്ന് നടത്തിയ ട്രാഫിക് ബോധവൽക്കരണത്തിന്റെ വീഡിയോകളും ട്രോളർമാർ ഇപ്പോൾ അത് വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഹെൽമറ്റ് വയ്ക്കാൻ നാട്ടുകാരെ ഉപദേശിക്കുന്ന MLA തൊട്ടടുത്ത ദിവസം തന്നെ നിയമം തെറ്റിച്ച് പൊതുവഴിയിലൂടെ സഞ്ചരിച്ചത് ട്രോളർമാർക്ക് ചാകരയായിരിക്കുകയാണ്. ഏതായാലും വനിതാ മതിലിന്റെ പ്രചരണാർത്ഥം പ്രതിഭ MLA അക്ഷരാർത്ഥത്തിൽ പുലിവാല് പിടിച്ചിരിക്കുന്നു. തൊട്ടടുത്ത ദിവസം ട്രാഫിക് ബോധവൽക്കരണം നടത്തിയ MLA പിറ്റേന്ന് തന്നെ ഹെൽമറ്റ് ഇല്ലാതെ നടു റോഡിലൂടെ പോയത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു പോലീസിലും മറ്റും. അങ്ങനെ അത്തരമൊരു രംഗങ്ങൾ, 2 രംഗങ്ങളും ചേർത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിച്ചപ്പോഴാണ് പോലീസ് ഇത്തരത്തിൽ കേസെടുക്കാൻ നിർബന്ധിതമായത്. മാത്രമല്ല, വനിതാ മതിലിന്റെ പ്രചരണാർത്ഥം ഇത്തരം നിരവധി റാലികൾ യുവതികൾ നടത്തിയിട്ടുണ്ട്, സ്ത്രീകൾ നടത്തിയിട്ടുണ്ട്. അതിൽ പലരും ഹെൽമറ്റ് ധരിക്കാതെയാണ് റാലികൾ നടത്തിയിട്ടുള്ളത്. അക്കാര്യത്തിലും പോലീസ് എന്ത് നടപടിയെടുക്കും എന്നുള്ള കാര്യം ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഹെൽമറ്റ് ധരിക്കാതെ പൊതുവഴിയിൽ ഇരുചക്ര വാഹനം ഓടിക്കുന്നത് ഗുരുതരമായ ട്രാഫിക് നിയമ ലംഘനമാണ്. അങ്ങനെയെങ്കിൽ ഹെൽമറ്റ് ധരിക്കാതെ വനിതാ മതിലിന്റെ പ്രചരണാർത്ഥം നിരത്തിലിറങ്ങിയ മുഴുവൻ വനിതകൾക്കെതിരെയും ഒപ്പം തന്നെ അവരെ അനുഗമിച്ച പുരുഷന്മാർക്കെതിരെയും നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ 100 കണക്കിന് കേസുകളാണ് പോലീസിന് എടുക്കേണ്ടി വരിക. ഏതായാലും അത്തരത്തിലുള്ള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രതിഭ MLA-യുടെ കേസ് മാത്രമാണ് ഇപ്പോൾ മാധ്യമ ശ്രദ്ധ നേടിയത്. മാത്രമല്ല, അവർ MLA എന്ന നിലയ്ക്ക് കൂടിയാണ് അത്തരമൊരു മാധ്യമ ശ്രദ്ധയിലേക്ക് വന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അവർ നടത്തിയ ട്രാഫിക് ബോധവൽക്കരണവും അവരുടെ ഹെൽമറ്റ് ഇല്ലാതെയുള്ള യാത്രയും കൂടി സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചപ്പോഴാണ് പോലീസ് കേസെടുക്കാൻ നിർബന്ധിതമായത് എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധേയമാണ്. അത്തരത്തിലാണ് പോലീസ് കേസെടുത്തത്. ഏതായാലും പ്രതിഭ നിയമത്തിൻ്റെ വഴി തന്നെ സ്വീകരിച്ചിരിക്കുന്നു. അവർ പോലീസ് സ്റ്റേഷനിലെത്തി ഉടൻ തന്നെ 100 രൂപ ഫൈനായി അടച്ച് തൻ്റെ പേരിലുള്ള കേസ് ഒഴിവാക്കുകയാണ് അവർ ചെയ്തത്. അങ്ങനെ നിയമവിധേയമായി തന്നെയാണ് MLA-യുടെ പ്രവർത്തനം നടന്നത് എന്നുള്ളതും ശ്ലാഘനീയമാണ്. ഏതായാലും ഇപ്പോൾ പ്രതിഭയ്ക്കെതിരെ നടപടികളൊന്നുമില്ല, കേസുകളില്ല, കേസുകൾ തീർന്നിരിക്കുന്നു. സ്റ്റേഷനിലെത്തിയവർ പൈസ അല്ലെങ്കിൽ പിഴ അടച്ചതോടുകൂടി ആ കേസ് ഇല്ലാതായിരിക്കുന്നു. മറ്റൊന്നുകൂടി പോലീസ് പറയുന്നുണ്ട്, ഇത്തരത്തിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഹെൽമറ്റ് ഇല്ലാതെ പൊതുവഴിയിലൂടെ സ്കൂട്ടർ ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ, അത് ഏത് പരിപാടിയുടെ മുന്നോടിയായാലും ശ്രദ്ധയിൽപ്പെട്ടാൽ പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കും. അങ്ങനെ പോലീസിന് ശ്രദ്ധയിൽപ്പെടുന്നവർക്കെതിരെ കേസെടുക്കാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. ഏതായാലും ഇത്തരത്തിൽ ഉള്ള ആദ്യ ഒരു നടപടി എന്ന നിലയ്ക്കാണ് പ്രതിഭ MLA-ക്കെതിരെ പോലീസ് എടുത്ത കേസും തുടർന്നുണ്ടായ ഒത്തുതീർപ്പും.